നമസ്കാരം. മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ തന്നെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തിനായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിന് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഈശ്വരൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. നിങ്ങളുടെ വ്യക്തിബന്ധത്തിലും അതുപോലെ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ പഠനത്തിലും എല്ലാം നിങ്ങൾക്ക് ഉന്നതമായിട്ട് വിജയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ആഗ്രഹമുണ്ട്. അതിനായി ഈശ്വരൻ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ സഹായിക്കുന്നത്? ഒരു ജോലി നേടുന്നതിനായി പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി പഠന പ്രവർത്തനങ്ങളിൽ മുഴുകി അതിൻ്റെ അവസാന പരീക്ഷകളിലേക്ക് പോവുകയാണ്. വിധി നിർണ്ണയിക്കുന്ന പരീക്ഷകളാണ് നടക്കുവാൻ പോകുന്നത്. അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായി തീരും എന്നുള്ള ചിന്തകൾ തന്നെ മനസ്സിനെ അലട്ടുന്നുണ്ട്. പലതരത്തിലുള്ള ആകുലതകൾ മനസ്സിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ വിജയത്തിനായി അധ്വാനിക്കുവാനുള്ള ഊർജവും പ്രേരണയും മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ദശലക്ഷം ചിന്തകളും ആശയങ്ങളും ആശങ്കകളും എല്ലാം അകറ്റുന്നതാണ്. ഇത്രയധികം ചിന്തകളും ആശങ്കകളും മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രകടനം മികച്ചതാക്കി നിർത്താനാവില്ല. നിങ്ങൾക്ക് നന്നായി പഠിക്കാനാവും, പഠിക്കുവാൻ കഴിയും. അത് നിങ്ങൾ അവ്യക്തമായി പറയുന്നതിന് പകരം വളരെ വ്യക്തമായി തന്നെ കുറിച്ചു വയ്ക്കുക. ഇന്ന വിഷയത്തിൽ ഞാൻ 90% മാർക്ക് നേടും. അത് ഒരു വാക്ക് തന്നെയാണ്. ആ ഒരു ഹാർഡ് വർക്കിനായിട്ട് നിങ്ങൾ തീർച്ചയായും പരിശ്രമിക്കും. അതിനായി ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അതിനായി ഓരോ നിമിഷവും നിങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മെ തേടിയെത്തുന്ന പരീക്ഷയുടെ ഫലങ്ങളാകട്ടെ അല്ലെങ്കിൽ ജോലിയുടെ ഉത്തരവുകളാവട്ടെ എല്ലാം നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ നമ്മുടെ എത്രയോ പരിശ്രമമുണ്ട്. നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുത്ത് നമ്മളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് നമുക്ക് വിജയം നേടാനായത്. ശരിക്കും നിങ്ങൾ പരീക്ഷയുടെ വിജയം തന്നെ ഒന്ന് സങ്കല്പിക്കുക. പരീക്ഷ എഴുതുന്ന ഓരോ സെക്കൻഡും നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾ സൃഷ്ടിക്കുക. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സ്വയം സൃഷ്ടിക്കുക. നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മുന്നിൽ വരാം. നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളും ചിന്തകളും എല്ലാം, അവയെല്ലാം തിരിച്ചറിഞ്ഞ് അവയെ വെല്ലുവിളിക്കാനായിട്ട് തയ്യാറാവുക. പോസിറ്റീവായ ആളുകളുമായിട്ട് സഹകരിക്കുക. നന്ദി പറയാനും അഭിനന്ദിക്കാനും നിങ്ങൾക്ക് കഴിയും. യാഥാർത്ഥ്യബോധവും അർത്ഥവത്തുമായ ലക്ഷ്യങ്ങൾക്കായിട്ടാണ് നിങ്ങളിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലെ വളർച്ചാ മനോഭാവം എപ്പോഴും നിലനിർത്തുക തന്നെ വേണം. നിങ്ങൾക്ക് വേണ്ടത് ഉന്നതമായ വിജയം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളുമുണ്ട്. പരാജയപ്പെടുമെന്നും മറ്റുള്ളവർ നിങ്ങളെ പലതരത്തിൽ മുൻവിധിയോട് സമീപിക്കുമെന്നും കരുതി നിങ്ങൾ പ്രയത്നിക്കാതെ ഇരിക്കരുത്. ഇത്തരം ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ തന്നെയാണ്. അതിനെയാണ് വെല്ലുവിളിക്കേണ്ടുന്നത്, പ്രതിരോധിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളെ വളർത്താൻ അതുമാത്രം മതി. നിങ്ങളിൽ അതെല്ലാം വന്നു ചേരുമ്പോൾ തന്നെ പ്രപഞ്ചശക്തി എല്ലാ അനുകൂല സാഹചര്യങ്ങളും നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും അത്ഭുതകരമായിട്ട് തന്നെ പ്രവർത്തിക്കും. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഇടപഴകുന്ന ആളുകളിൽ നിന്ന് പോലും നിങ്ങളുടെ മാനസികാവസ്ഥയെ സ്വാധീനം ചെലുത്താനാവും. നിങ്ങളെപ്പറ്റി സ്നേഹത്തോടെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കാനാവും, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ആവും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി നിങ്ങളെ പ്രചോദിപ്പിക്കാനുമാകും. എല്ലാ ബുദ്ധിമുട്ടും വെല്ലുവിളിയും നേരിടുന്ന അവസരത്തിൽ പോലും നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കാനുമാവും. നിങ്ങളുടെ വളർച്ചയ്ക്കായി നിങ്ങളോടൊപ്പം നിന്ന് ഉപദേശിക്കാനും ശാസിക്കാനും പ്രതികരിക്കാനും എല്ലാമാവും. എന്നാൽ മറുവശത്ത് നിങ്ങൾ നെഗറ്റീവ് ആളുകളുമായിട്ടാണ് ചങ്ങാത്തം വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഊർജം തന്നെ നെഗറ്റീവാണ്. നിങ്ങളുടെ ഊർജവും അവർ ചോർത്തിക്കളയും. നിങ്ങളുടെ ആത്മവിശ്വാസം അവർ കുറയ്ക്കുക തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. നിങ്ങളുടെ മൂല്യങ്ങൾക്കോ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കോ നിങ്ങളുടെ അഭിലാഷങ്ങൾക്കോ യാതൊന്നിനും ഒരു വിലയും ഉണ്ടാവുകയില്ല. ഒന്നും തന്നെ പൂർത്തിയാക്കുവാൻ അവർ നിങ്ങളെ അനുവദിക്കുക പോലുമില്ല. അതിനാൽ തന്നെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുക. ഈ അവസരത്തിൽ ജീവിതത്തിൽ നിങ്ങളുടെ ദിശാബോധവും ലക്ഷ്യവും നേട്ടവും എല്ലാം നിങ്ങൾ മുന്നിൽ കാണണം. പോസിറ്റീവ് മാനസികാവസ്ഥ നിങ്ങൾക്ക് എന്തായാലും സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളെ ഈ പ്രപഞ്ചശക്തി സഹായിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാണ്. പുതിയ കഴിവുകൾ, പുതിയ വിഷയങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനും വികസിപ്പിക്കുവാനും കഴിയും. വഴിയിലുള്ള തടസ്സങ്ങളെയെല്ലാം മറികടക്കാൻ നിങ്ങൾക്കാകും.
നിങ്ങളുടെ പുരോഗതി അളക്കാനും നിങ്ങൾ വിജയങ്ങൾ ആഘോഷിക്കാനും ഇടവരുന്നത് തന്നെയാണ്. സമയബന്ധിതമായി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. വളരെ പ്രസക്തമായ കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നതിനുള്ള എളുപ്പ വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങളിൽ പരാജയ ഭയമുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കാനാകും. കാരണം ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അത് നിങ്ങളെ എല്ലാത്തിനും സഹായിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ പ്രചോദിപ്പിക്കും. നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രം മതി, അധ്വാനിച്ചാൽ മാത്രം മതി. വിജയം നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾക്കുള്ളിലെ സംശയവും പരാജയ ഭയവും എല്ലാം മറികടക്കുകയാണ്. നിങ്ങളുടെ ഓരോ ശ്രമങ്ങളെയും പ്രശംസിക്കുക. ഇനി പരാജയം വന്നാൽ അത് തിരിച്ചടിയായി മാത്രം നിങ്ങൾ കാണരുത്. അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചതായി മാത്രം കാണുക. ഭാവിയിൽ അത് ഉണ്ടാവാതെ നോക്കുകയുമാവാം. ഇപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ സ്വപ്നം കണ്ട വിജയം ആകർഷിക്കുകയാണ്. ഒരു ചിന്തകളും നിങ്ങളെ തളർത്തുകയില്ല. നിങ്ങളുടെ പഠനക്രമത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നിടത്തോളം നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെടാനുള്ള സാധ്യതകൾ കുറയുകയാണ്. വിജയിക്കാനുള്ള സാധ്യത മാത്രമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ ആവശ്യമായ ആത്മവിശ്വാസം നിങ്ങൾ പൂർണ്ണമായും നേടിയിട്ടുണ്ട്. നല്ല വിജയം സ്വാഭാവികമായി നിങ്ങളെ തേടി വരുമെന്ന് വിശ്വസിക്കുക. അതിനായി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ അറിവും കഠിനാധ്വാനവും പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ് ഈ പരീക്ഷ. നിങ്ങളുടെ മനസ്സൊരു സ്പോഞ്ച് പോലെയാണ്. നിങ്ങൾ പഠിക്കുന്ന എല്ലാ വിവരങ്ങളും അത് ആഗിരണം ചെയ്യുക തന്നെ ചെയ്യും. കൂടുതൽ അറിവ് നേടുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി തന്നെ വരികയാണ്. അതിനാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും കൂടുതലായി പഠിക്കുവാൻ സാധിക്കും. ജീവിതകാലം മുഴുവൻ നിങ്ങൾ പഠിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആവശ്യമായ അറിവ് എപ്പോഴും നിങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും. നിങ്ങൾ വളരെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ വിജയത്തിനായി നിങ്ങളെ നയിക്കാൻ പോകുന്ന എല്ലാ അറിവുകളും ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ക്ഷമയും നന്ദിയും വിശ്വാസവും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വിശ്രമിക്കാനും ജീവിതം ആസ്വദിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ ഒന്നും തന്നെ വേണ്ടെന്ന് വച്ചിട്ടില്ല. ഇനി ഉണ്ടാകുന്ന മികച്ച വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവിയിലേക്ക് നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും. വിജയം അന്തിമമല്ല, പരാജയവും ഒട്ടും മാരകവുമല്ല. അത് തിരിച്ചറിയുക. പരീക്ഷയിലുടനീളം നിങ്ങളുടെ ഓർമ്മ വേഗത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിനായി നിങ്ങളെ ഈ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കുന്നുണ്ട്. എത്ര സമ്മർദ്ദമുള്ള ചുറ്റുപാടിലും നിങ്ങൾക്ക് പഠിക്കാനാകും. വിജയിക്കാനുള്ള എല്ലാ കഴിവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. പരീക്ഷയിൽ വരുന്ന വെല്ലുവിളികൾ നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യും. കഴിയുന്നത്ര നിങ്ങൾ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ് പരീക്ഷയ്ക്കായി. കഠിനമായി പ്രവർത്തിക്കുന്നതല്ല, ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. പരാജയപ്പെട്ടാൽ വീണ്ടും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വലിയ വിജയത്തെ ആകർഷിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകൾ ആകർഷിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ശാന്തിയും സമാധാനവും ആകർഷിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച വിജയത്തിലെത്താൻ നിങ്ങളെ ഈ പ്രപഞ്ചശക്തി സഹായിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക. അതിനായി പ്രയത്നിക്കുക.